എന്റെ സ്വന്തം സ്വദേശം കോട്ടയമാണ്. ഞാനിപ്പോൾ 10 വർഷമായിട്ട് കർത്താവിന്റെ പേരോടുള്ള ബന്ധത്തിൽ പത്തനാപുരത്തായിരിക്കുന്നു. എനിക്ക് ഭാര്യ, 3 മക്കളാണുള്ളത്. ഭാര്യയുടെ പേര് കൊച്ചുമോൾ എന്നാണ്. മക്കള് മൂത്ത 2 ആൺകുട്ടികളാണ്, ഇളയതൊരു പെൺകുട്ടിയാണ്. മൂത്ത മോന്റെ പേര് കെവിൻ, രണ്ടാമത്തെ മോന്റെ പേര് ക്രിസ്റ്റി, മൂന്നാമത്തെ മോടെ പേര് കൃപയാണ്. മൂത്ത മോന് എറണാകുളത്ത് ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മോന് MBA പഠിക്കുന്നു. മൂന്നാമത്തെ മോള് ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയ്യുന്നു. എന്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനും വലിയ അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുമ്പോൾ എന്റെ ജീവിതാനുഭവങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. എന്റെ പേര് പ്രാരംഭമായി പറഞ്ഞല്ലോ, സോളമൻ എന്നാണ്. എന്റെ നാട് കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ആർപ്പുക്കര എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിക്കുവാൻ ഇടയായി തീർന്നത്. ഞാൻ ഇന്ന് ഒത്തിരി സന്തോഷത്തോടെയാണ് നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ദൈവിക അനുഭവമായി ഞാൻ നിൽക്കുന്നത്. കാരണം എന്റെ ജീവിതാനുഭവങ്ങളിൽ കേൾക്കുമ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് അതിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഞാനൊരു പ്രാർത്ഥനയുടെ മറുപടിയാണ്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കുകയും ഞാൻ അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. എന്താണ് ആ പ്രാർത്ഥനയുടെ മറുപടി? എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ആരാണ് പ്രാർത്ഥിച്ചത് എന്നതാണ് എന്റെ വിഷയം. ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ, കോട്ടയം ജില്ലയിലെ എന്റെ അപ്പൻ ഒരു പാസ്റ്ററും അമ്മ കർത്താവിന്റെ വേലയിലുമായിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ കുടുംബത്തിലാണ് ജനിക്കുവാനിടയായി തീർന്നത്. 4 മക്കളായിരുന്നു ഞങ്ങൾ. 4 മക്കളിൽ മൂന്നാമത്തവനായി ഞാൻ ജനിച്ചു. ഒരു പെണ്ണും 3 ആണുങ്ങളുമാണ്. ഏറ്റവും മൂത്ത സഹോദരിയാണ്. ഞങ്ങൾ 4 മക്കളാണ്. അപ്പൻ ഉപദേശിയായിരുന്നു, കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ഭക്തനായിരുന്നു. നമുക്കറിയാം, ഒരു കാലഘട്ടങ്ങളിൽ ഒരു പ്രതിഫല ഇച്ഛയില്ലാതെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന പിതാക്കന്മാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് വീശ പഠിക്കുന്നവരെയും അന്ന് വെള്ളസാരി ഉടുക്കുന്നവരെയും വെള്ളയുടുപ്പിടുന്നവരെയൊക്കെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ കല്ലെറിയുന്ന ഒരു കാലഘട്ടം, വളരെ പ്രതികൂലങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ആരും ഇങ്ങനെയുള്ളവരെ സ്വീകരിക്കാറില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ, ഈ നമ്മുടെയൊക്കെ ബന്ധുക്കളിൽ നിന്ന് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇല വലിച്ച് എഴുന്നേൽപ്പിച്ചു വിട്ട ചരിത്രമുണ്ട്. അതുപോലെ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച കാലഘട്ടങ്ങളിൽ എന്റെ പിതാവ് അനുഭവിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ അനുഭവിച്ച കഷ്ടതകളും പ്രയാസങ്ങളും പീഡകളും ഒക്കെ ഞാൻ കണ്ടു വളർന്നതാണ്. എന്റെ അപ്പനും അമ്മയൊക്കെ സുവിശേഷ വേല ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ വരുന്നേ. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ദുഃഖമുണ്ടായിരുന്നു. 4 മക്കളാണ്. ഇവർക്ക് എന്താണ് ആഹാരം കൊടുക്കുന്നത്, എന്താണ് ഇവർക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് ഇവർക്ക് ചിന്തയുണ്ടായിരുന്നു. കാരണം അന്ന് ഇന്നത്തെ പോലെയൊന്നും ഒരു സാധ്യതകളോ ഒരു എന്താ പറയുക, കർത്താവിന്റെ ദാസന്മാരെ മാനിക്കുന്നതോ അന്ന് വിശ്വാസികൾ പോലും വിരളമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്റെ പിതാവും മാതാവും ഒക്കെ കർത്താവിന്റെ വേല ചെയ്തിരുന്നത്. അപ്പോ വളരെ ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെ എന്റെ ബാല്യകാലം കടന്നുപോയപ്പോ എനിക്ക് ദൈവത്തോടൊന്നും വലിയ വിശ്വാസം കുറയുവാൻ തുടങ്ങി. ദൈവത്തോട് വിശ്വാസം കുറഞ്ഞ് ഞാൻ വേദപഠന ക്ലാസ്സുകൾക്ക് പോകുന്നത് നിർത്തലാക്കി. കാരണം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാതെ തോന്നി. കാരണം ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമൊന്നുമല്ല, ദൈവം ഇങ്ങനെ ഒരു ദൈവമൊന്നുമില്ല എന്ന അപ്പൻ ഉൾപ്പെടെയുള്ള സമൂഹത്തോട് ഞാൻ എന്റേതായ ആശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോടും ദൈവികമായ കൂട്ടായ്മയോടും ഒക്കെ പിന്തള്ളി പുറകോട്ട് പതുക്കെ മാറുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ പോകുന്ന പരിപാടികളൊക്കെ നിർത്തലാക്കി. ഞാൻ ലോകപ്രകാരം കൂട്ടുകെട്ടിലും കൂട്ടുകാരും ഒക്കെ ഒത്ത്, നമ്മുടെ കൊച്ചു കൂട്ടുകാർ പറയുമല്ലോ, എന്താ പറയുക, അടിച്ചു പൊളിക്കണം, ഈ ലോകത്തിലെ ജീവിതം എന്തെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കണം എന്നുള്ള ഒരു പോളിസി ആയിരുന്നു എന്റെ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ ചെറുപ്രായത്തിൽ ഞാൻ കണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ കളർഫുൾ ആക്കുക, ഈ ലോകത്തിലുള്ളതെല്ലാം അനുഭവിക്കുവാനുള്ളതാണ്. അപ്പൊ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ഒരു തത്വവുമായി കോട്ടയം ജില്ലയിൽ ഞാൻ ആരായിരുന്നു എന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും കറുപ്പിനും ഒക്കെ അടിമപ്പെട്ടുകൊണ്ട് പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് ദൈവത്തിന് പുറം കാട്ടി പാപത്തിന് മുഖം കാട്ടിക്കൊണ്ട് ജീവിതം നയിച്ചിരുന്ന ഒരു ജീവിതത്തിന്റെ പിന്നാമ്പുറം എന്റെ ജീവിതത്തിലുണ്ട്. പഴയ കാര്യങ്ങളെ അല്ലെങ്കിൽ പാപത്തിൽ ജീവിച്ച കാര്യങ്ങളെ
വലുതാക്കി കാണിക്കുവാൻ വേണ്ടിയല്ല, യേശു കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത അല്ലെങ്കിൽ കണ്ണുനീരിന് കൊണ്ട് മറുപടി പ്രാപിച്ചതായ ദൈവിക അനുഭവങ്ങളെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷീകരിക്കുവാൻ വേണ്ടിയാണ് പഴയ കാര്യങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കുന്നത് എന്നുള്ള കാര്യം തലക്കെട്ടായി മുഖവരിയായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ ഞാൻ മദ്യത്തും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണമായിരുന്നു. പണമുണ്ടാക്കണം, പണമാണ് ദൈവം. പണമുണ്ടെങ്കിൽ ലോകത്തിൽ എന്തും നടക്കുമെന്നുള്ള എന്റെ അന്നത്തെ ചിന്താഗതിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രിയമുള്ളവരെ, അന്നത്തെ എന്റെ ചിന്താഗതി പണമുണ്ടാക്കുക. പണമുണ്ടാക്കി മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ലൈഫ് എന്ന് പറയുന്നത് അടിച്ചു പൊളിക്കുക എന്ന പോളിസി ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു എന്റെ ജീവിതത്തിൽ. അങ്ങനെ കോട്ടയത്തിന്റെ തെരുവിൽ പണമുണ്ടാക്കണം, പണമുണ്ടാക്കുവാൻ വേണ്ടി എന്താണ് മാർഗമെന്ന് ഞാൻ കണ്ടെത്തി. ഒരു കൂലിത്തല്ലുകാരനായി ചെറുപ്രായത്തിൽ പഠിച്ച കായിക അഭ്യാസങ്ങൾ കൈമുതലാക്കിക്കൊണ്ട് പിന്നുന്ന വടിവാളുകളും കരങ്ങളിലേന്തിക്കൊണ്ട് രാത്രിയെന്നും പകലെന്നും മധ്യാഹ്നമെന്നും സമയഭേദ വ്യത്യാസമില്ലാതെ കോട്ടയത്തിന്റെ തെരുവിൽ ഒരു പേ പിടിച്ച നായ്ക്ക് തുല്യനായി ജീവിതം നയിച്ചൊരു കാലഘട്ടം എന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തുണ്ട്. പ്രിയമുള്ളവരെ, ആ കാലഘട്ടങ്ങളിൽ എല്ലാവരാലും വെറുക്കപ്പെടുവാൻ ഇടയായി തീർന്നു. വന്നവരും നിന്നവരും കണ്ടവരും പോയവരും എല്ലാം പറഞ്ഞു, ഒരിക്കലും ഇവൻ നന്നാകത്തില്ല, ഒരിക്കലും ഇവൻ രക്ഷപ്പെടുകയില്ല എന്ന് പരസ്യമായി പറഞ്ഞവരുണ്ട്, രഹസ്യമായി പറഞ്ഞവരുണ്ട്. നാട്ടുകാർക്കും വീട്ടുകാർക്കും, എന്തിനേറെ പറയുന്നു കൂടപ്പറപ്പുകൾക്കും പോലീസ് അധികാരികൾക്ക് പോലും തലവേദനയായി തീർന്ന ഒരു കാലഘട്ടം. ഞാൻ പറഞ്ഞല്ലോ, പഴയ കാര്യങ്ങളെ വലുതാക്കി കാണിക്കുമ്പോ ഞാൻ കടന്ന അല്ലെങ്കിൽ നടന്നു പോയ ഞാൻ ആയിരുന്ന ആ അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ ജീവിതം നയിക്കുമ്പോ എല്ലാവരും വെറുക്കപ്പെട്ടു. രാത്രി എന്നല്ല, പകലെന്നല്ല, മധ്യാഹ്നമെന്നില്ല, പണമുണ്ടാക്കണം. അതാണ് എന്റെ മനസ്സിലെ, എന്റെ ചെറുപ്രായത്തിൽ ഞാൻ കണ്ടെടുത്തതായ എന്റെ സ്വപ്നലോകം എനിക്ക് കെട്ടിപ്പടുത്തണം. അതായിരുന്നു, ആ ഒരു മാത്രമായിരുന്നു ആ സ്വപ്നം. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട സ്വപ്നം അത് കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പണത്തിന് വേണ്ടി ഓടിയ ഒരു കാലഘട്ടം. മൃഗതുല്യനായി മനുഷ്യത്വമില്ലാത്ത എന്റെ ജീവിതത്തിൽ മദ്യമില്ലാത്തൊരു ദിവസത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കുവാൻ കഴിയില്ല, മയക്കുമരുന്നില്ലാത്തൊരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയില്ലാതെ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട് പ്രിയമുള്ളവരെ. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ഉപദേശിയുടെ വീട്ടിൽ, എന്ന് പറഞ്ഞാൽ എന്റെ വീടെന്ന് പറയാൻ കഴിയത്തില്ല, ഈ ഉപദേശിയുടെ വീട്ടില് നിരന്തരമായി വരുന്നൊരു വണ്ടിയുണ്ട്. ആ വണ്ടി ആരുടെ എന്നറിയോ? പാസ്റ്റർമാരുടെ വീട്ടിലേക്കൊക്കെ മനോഹരമായ നല്ല നല്ല ഗസ്റ്റുകളും നല്ല നല്ല കാറുകളും ഒക്കെ വരുമ്പോ എന്റെ വീട്ടിലേക്ക് വരുന്നത് ഒരൊറ്റ വണ്ടിയാ. ആ വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും, കാരണം ആ വണ്ടിയെ യാത്ര ചെയ്യുന്നവരുടെ പേര് ആ വണ്ടിയുടെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. പോലീസ് വണ്ടിയാണ് എന്റെ വീട്ടിലേക്ക് നിരന്തരമായി വരുന്നത്. അങ്ങനെ വിവിധ കേസുകളും വിവിധ പ്രശ്നങ്ങളും എന്റെ ജീവിതത്തിൽ വന്നപ്പോ അപ്പനും അമ്മയും നാട്ടുകാരും അല്ലെങ്കിൽ സഭാ നേതാക്കന്മാരെല്ലാം പറഞ്ഞു, നിങ്ങളുടെ തലമുറയ്ക്ക് ഒരു മാനസാന്തരം ഉണ്ടായിട്ട് മതി ഇനി നിങ്ങൾ പ്രസംഗിക്കുന്നത്, നിങ്ങളുടെ സുവിശേഷീകരണം ഒന്നും വേണ്ട എന്ന് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അവരാൽ പുറന്തള്ളുവാൻ ഇടയായി തീർന്നു. സഭാ സംഘടനകളൊക്കെ അവരെ പുറന്തള്ളി. കാരണം ഈ തലമുറ കാരണം നിങ്ങൾ പ്രസംഗിക്കുന്നത്, നിങ്ങൾ ആ കർത്താവിന് വേണ്ടി ചെയ്യുന്നതൊക്കെ വെറുതെയാണെന്ന് മറ്റുള്ളവർ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് കരഞ്ഞ് വീടിന്റെ അകത്തേക്ക് ഓടി വന്ന മാതാപിതാക്കളുടെ മുഖം ഇന്നലെ എന്നതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ വീട് ഞാൻ അന്ന് ഓർക്കുന്നു, ഒരു ഓടിട്ട വീടായിരുന്നു. നമുക്കറിയാം, ഓടിട്ട വീടുകളിൽ പാർത്തിരുന്നവരൊക്കെയാ നമ്മളെല്ലാവരും, അല്ലേ? ആ ഓടിട്ട വീടുകളിൽ പാർക്കുന്നതിന്റെ സുഖമൊന്നും ഇന്നത്തെ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലൊന്നും കിട്ടാറില്ല എന്നത് സത്യമാണ്. എന്നാൽ ഞാന് എന്റെ ജീവിതാനുഭവങ്ങൾ എവിടെയാണെങ്കിലും കഴിഞ്ഞ നാളുകളെ കുറിച്ച് പറയുന്നതിൽ എനിക്കൊരു ആക്ഷേപവുമില്ല. ആ ഓടിട്ട വീടുകളിൽ പാർത്തിട്ടുള്ളവർക്കറിയാം, പുതുമഴ പെയ്യുമ്പോൾ ചോരാറുണ്ട്, കട്ടിലൊക്കെ മാറ്റിയിടാറുണ്ട്, പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാറുണ്ട്. മലയാളികളായിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലേ? ഇന്നത്തെ ന്യൂ ജനറേഷൻ തലമുറയ്ക്കൊന്നും അറിയത്തില്ലെങ്കിലും പിതാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ജനിച്ചിട്ടുള്ള വളർന്നിട്ടുള്ള സാഹചര്യത്തിലൊക്കെ ജീവിച്ചിട്ടുള്ളവർക്കറിയാം. അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാറുണ്ട്. എന്റെ വീട്ടിൽ ഞാനൊരു രാത്രി കിടന്നുറങ്ങുമ്പോ ഭയങ്കര മഴ പെയ്യുകയാ. കോട്ടയംകാരുടെ ഭാഷയിൽ പറഞ്ഞ കുടം കമർത്തിയതുപോലെ വെള്ളം എന്റെ ദേഹത്തേക്ക് വന്ന് പതിക്കുകയാണ്. വെള്ളം വന്ന് വീഴുകയാണ്. വെള്ളം നനയുന്നത് കണ്ട് ഞാന് ഒന്ന് എഴുന്നേറ്റ് മാറിക്കിടക്കാമെന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേറ്റപ്പോ എന്റെ ഇരുട്ടത്ത് എന്റെ റൂമിൽ ആരെയൊക്കെയോ ഞാൻ തട്ടി. എന്റെ റൂമിൽ ആരെയൊക്കെയോ ഞാൻ തട്ടിയപ്പോ ആരാണ് ഇത്, എന്താ
ഞാൻ ലൈറ്റ് ഇട്ടപ്പോ പുറത്തെ മഴയല്ല എന്റെ ദേഹത്ത് വന്ന് വീണത്. എന്റെ അപ്പൻ തലക്കലും എന്റെ അമ്മ കാൽക്കലും ഇരുന്നുകൊണ്ട് കരയുന്ന അവരുടെ കണ്ണുനീരാണ് എന്റെ ദേഹത്തേക്ക് വന്ന് പതിക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, ആ കണ്ണുനീരിന്റെ മറുപടിയാ വടിപാട് താത്തുവെപ്പിച്ചിട്ട് അതിനേക്കാൾ മൂർച്ചയേറിയ ഒരു പുസ്തകവുമായി ഞാൻ ഇന്ന് യേശുവിനെ പ്രസംഗിക്കുകയാണ്. എന്റെ ജീവിതാനുഭവത്തിൽ ഒരു ചുവട് മുമ്പോട്ട് കയറി നിന്നുകൊണ്ട് തല ഉയർത്തി പറയാൻ കഴിയും, നീ ഭാരപ്പെടുന്ന വിഷയം എത്ര ഭയാനകരമാണെങ്കിലും എത്ര അസാധ്യമായ വിഷയമാണെങ്കിലും മടങ്ങുന്ന ഒരു മുഴങ്കാലും കരയുവാൻ ഒരു കണ്ണും കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഒരു മനസ്സുമുണ്ടെങ്കിൽ അവിടെ തീരാത്ത പ്രശ്നങ്ങളില്ല, അവിടെ തീരാത്ത പ്രതികൂലങ്ങളില്ല. അങ്ങനെ എന്റെ മാതാപിതാക്കള് കരയുന്നത് കണ്ട് പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. പുറത്തു പെയ്യുന്ന മഴയല്ല എന്റെ ദേഹത്തേക്ക് വന്നു ഭവിക്കുവാനിടയായി തീർന്നത്. ചാടി എഴുന്നേറ്റിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇനി മേലാൽ എന്റെ റൂമിന്റെ അകത്ത് കയറി വന്ന് എനിക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. കാരണം അവരെ ഭീഷണിപ്പെടുത്താനേ എനിക്ക് കഴിയത്തുള്ളൂ, മറ്റൊന്നും എനിക്ക് പറയാൻ കഴിയത്തില്ല. കാരണം എന്റെ അന്നത്തെ ആ റൂം കർട്ടനെറ്റിലേക്ക് ഇന്നത്തെ പോലെ ലോക്ക് സിസ്റ്റം ഒന്നും അന്നില്ലാതിരുന്നത് കൊണ്ട് ഞാൻ അവരെ ഒരുപാട് എന്ത് ചെയ്തു, ഭീഷണിപ്പെടുത്തി. ഇനി മേലാൽ ഇങ്ങോട്ട് കയറി വരരുത്. ഇവരെന്ത് ചെയ്തെന്നറിയാമോ? പിന്നത്തേതിൽ ഞാൻ അറിയുവാനിടയായി, പകലിരുന്ന് ഇവർ പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കയറി ചെന്ന് അവന്റെ മുമ്പിൽ അവന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോ എന്റെ സ്വർഗത്തിലെ ദൈവമേ അവനെ എഴുന്നേൽക്കുവാൻ ഇടയാകരുത് എന്ന് എനിക്ക് വേണ്ടി മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് രാത്രിയിൽ എന്റെ അടുക്കൽ വന്ന് കരയുവാൻ തുടങ്ങും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, നീണ്ട വർഷങ്ങൾ മാതാപിതാക്കൾ ഉറക്കളച്ചതിന്റെ മറുപടിയാണ് ഇന്ന് ഈ സമയം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ പലയിടത്തും പറയാറുള്ള ഒരു പദപ്രയോഗം, പരിശുദ്ധാത്മാവിന്റെ നിറവോടെ സന്തോഷത്തോടെ പറയാം, വില കൊടുത്താൽ വില നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അങ്ങനെ നിരന്തരമായി കരഞ്ഞതിന്റെ അനന്തര മറുപടിയായി ഞാൻ ഇന്ന് യേശുവിനെ പ്രസംഗിക്കുകയാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്റെ ജീവിതാനുഭവം പിന്നെയും തുടർന്ന് പറഞ്ഞു പോകുകയാണ്. അങ്ങനെ അവർ പ്രാർത്ഥന ആരംഭിക്കുവാൻ തുടങ്ങി. അങ്ങനെ നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു മൈതാനമുണ്ട്. ആ മൈതാനത്ത് ഞങ്ങൾ കൂട്ടുകാര് ചേർന്ന് പരസ്യമായി ഇരുന്നുകൊണ്ട് അന്നത്തെ കാലത്ത് മദ്യപിക്കുമായിരുന്നു. ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാ, ഇത് ഞങ്ങളുടെ അടുത്ത് വരുന്ന ഞങ്ങളെ ശാസിക്കാനും ഒക്കെ പേടിയാണ്. അപ്പോ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ട് ഇങ്ങനെ ഉറക്ക വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ദൂരത്ത് അങ്ങോട്ട് വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, ഒരു സ്ത്രീ ആ മരത്തിന്റെ ചുവട്ടിൽ ഇരിപ്പുണ്ട്, അവള് നമ്മളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ആരാണെങ്കിലും കൊള്ളാം, നീ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. കാരണം ഒരുപക്ഷെ പോലീസിന് നമ്മളെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇവനെ എന്റെ കൂട്ടുകാരനെ ആ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. എന്റെ കൂട്ടുകാരൻ ഓടിപ്പോയിട്ട് അവിടുന്ന് തിരിഞ്ഞു മടങ്ങി ഓടി എന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, അളിയാ, ഞാൻ ചോദിച്ചു, എന്തിയേ ആ സ്ത്രീ, എന്തിയേ, ആരാണവൾ? ഈ സഹോദരനോട് പറഞ്ഞു, അളിയാ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ ചോദിച്ചു, ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല, ആരാണ് അവള് പറയണം. അപ്പൊ അവൻ പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാമെങ്കിൽ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, നീ പറ, ആളാരാണെന്ന് പറ. അപ്പൊ പറഞ്ഞു, നിന്റെ മമ്മിയാണ് അവിടെ ഇരിക്കുന്നത് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എടാ എന്റെ മമ്മി എന്തിനാ ആ മരത്തിന്റെ ചോട്ടിൽ കാട്ടിൽ വന്ന് വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഇവൻ കുറച്ച് ദേഷ്യത്തോടെ എന്നോട് പറഞ്ഞു, കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ എന്ന് പറഞ്ഞപ്പോ ഞാന് വീട്ടിലേക്ക് ഓടിയിട്ട് അന്ന് രാത്രിയിൽ വീട്ടിൽ പ്രശ്നമുണ്ടാക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട. എന്നാൽ ഇന്ന് ഞാന് ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ കുറിച്ച് പറയുമ്പോ ഞാൻ ആ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ആത്മാവിൽ സന്തോഷത്തോടെ പറയാം, തെരുവിൽ നിന്നുകൊണ്ട് കാട്ടിന്റെ അകത്തിരുന്നു കൊണ്ട് ആരും കാണാതെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ അനന്തര മറുപടിയായി ഞാൻ ഇന്ന് യേശുവിന് വേണ്ടി നിൽക്കുകയാണ്. വടിപാട് മാറ്റി വെപ്പിച്ച് യേശുവിന്റെ സ്നേഹമെന്തെന്നറിയുവാൻ എന്നെ പ്രാപ്തനാക്കിയത് ഉൾപ്പൊറ്റിലിരുന്നു കൊണ്ടല്ല, ഉൾപ്പായിലിരുന്നു കൊണ്ടല്ല, ആരും കാണാത്ത കുറ്റിക്കാടിനകത്തിരുന്നു കൊണ്ട് മദ്യപിച്ച്
തലമുറയിട്ടുകൊണ്ട് വഴിപിഴച്ച ജീവിതം നയിക്കുന്ന, തലമുറയുടെ വിടുതലിന് വേണ്ടി കരഞ്ഞ ഒരു മാതാപിതാക്കളുടെ മറുപടിയാണ് ഇന്ന് ഈ സമയം എന്നെ അരോമ ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാൻ കഴിയും. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അവനാൽ കഴിയാത്തതൊന്നുമില്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, കാലങ്ങൾ കുറിച്ച് മുമ്പോട്ട് പോയി. ഞാൻ അങ്ങനെ തന്നെ കോട്ടയത്ത് ജീവിതം നയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. രസകരമായ ഒരു അനുഭവം പറയാം. എന്റെ നാട്ടിൽ വീടിനടുത്തുള്ള വീട്ടുകാരൊക്കെ രാവിലെ ഞാനുണ്ടോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ കഥ തുറക്കുള്ളൂ. എന്താ കാര്യം എന്നറിയോ? ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഇവനെ കണി കാണാൻ പോലും കൊള്ളത്തില്ല. ഹല്ലേലൂയ. ഇവനെ കണി കാണാൻ പോലും കൊള്ളത്തില്ല. 1-ാം തീയതി എങ്ങനെയും ആണെങ്കിൽ പിന്നെ പറയണ്ട. ആണ്ടുപുറപ്പാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആ ദേശത്തുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ അവര് കഥക് തുറക്കത്തുള്ളൂ. കാരണം എന്നെ കണ്ട് ജീവിതം ആരംഭിച്ചാൽ അന്നത്തെ വർഷം, അന്നത്തെ മാസം, അന്നത്തെ ദിവസം പോക്കാണെന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ജീവിതം നയിച്ചിരുന്ന കാലഘട്ടം എന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു. വെച്ചകഞ്ഞി വീടിന്റെ അകത്ത് സമാധാനത്തോടെ കുടിക്കുവാൻ കഴിയാത്ത ഒരു മൃഗതുല്യനായ ജീവിതം നയിച്ചിരുന്ന ഒരു കാലഘട്ടം. എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമില്ലാതിരുന്ന കാരണം എന്ന് പറയുന്നത് ഉപദേശമായിരുന്നു. എന്നെ ആരും ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമില്ല. പക്ഷേ എനിക്ക് എന്ത് ഇഷ്ടമല്ലായിരുന്നു അത് ഇന്ന് ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. ഞാൻ ഇന്നൊരു ഉപദേശിയാണ്. ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്റെ ദൈവം മാറ്റുവാൻ വേണം ഇടയായി തീർന്നു. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ മാതാപിതാക്കൾ വന്ന് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാമോ, എവിടേക്കെങ്കിലും ഒന്ന് പോകാമോ, ഞങ്ങൾക്ക് കുറച്ചു നാളെങ്കിലും കർത്താവിന്റെ വേല ചെയ്ത് നിത്യത പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് അവരുടെ സമ്മർദ്ദവും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തെയും മാനിച്ചുകൊണ്ട് ഞാനിങ്ങനെ എവിടേക്കെങ്കിലും പോകാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോ നാട്ടിൽ കുറെ കേസുകളും പഴങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ഞാൻ ബോംബെക്ക് വണ്ടി കയറി. അവിടെയും ഈ അധ്വാനിച്ച് ജീവിക്കുന്ന ശീലമില്ലാത്തത് കൊണ്ട് അവിടെയും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ, തെരുവിലൂടെ നടന്നുകൊണ്ട് ഇങ്ങനെ പ്രാകൃത മനുഷ്യനായി എല്ലാവരും വെറുക്കപ്പെട്ടവനായി ഞാൻ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ആരും എന്നെ അറിയരുത്, ഞാൻ എവിടെയാണെന്ന് അറിയരുത്, എന്റെ തൊഴിൽ എന്താണെന്ന് അറിയരുത്. അങ്ങനെ ബോംബെയുടെ തെരുവിൽ ജീവിതം ആരംഭിച്ച് ഞാൻ എന്റെ ഒരു കറുത്ത അധ്യായം അല്ലെങ്കിൽ ഒരു കറുത്ത അടഞ്ഞ ഒരു ജീവിതത്തിലൂടെ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോ ഞാൻ ഓർക്കുന്നു, കല്യാൺ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കല്യാൺ സ്റ്റേഷനിലെ ഞാൻ സ്റ്റേഷന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മലയാളി യുവാവ് എന്റെ അടുക്കൽ വന്ന് എന്നെ പരിചയപ്പെട്ടു. ആ സ്നേഹിതൻ എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, താങ്കൾ ഒരു മലയാളിയാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞു. അപ്പോ എന്നോട് ചോദിച്ചു, എവിടെയാ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇന്ന ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോ ഈ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, അവിടെയെല്ലാം മറാഠികളാണല്ലോ, ഹിന്ദിക്കാരാണല്ലോ താമസിക്കുന്നത്, അവിടെ മലയാളികൾ ആരും ഇല്ലല്ലോ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അവരുടെ കൂടെ താമസിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനും പറഞ്ഞു, ഞാനും നിങ്ങളെ ആദ്യമായിട്ട് കാണുക. ആ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നത്, എന്റെ കൂടെ വന്ന് നിനക്ക് താമസിക്കാവുന്ന എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇവനെ കണ്ട് ഉള്ളുകൊണ്ട് ചിരിക്കുക. കാരണം ഇവൻ ഇത്ര മണ്ടനാണോ? കാരണം ഞാൻ ആരാണെന്നറിഞ്ഞ ഒരു മനുഷ്യൻ എന്നോട് മിണ്ടത്തില്ല. പക്ഷെ എന്റെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ പോലും ഇവൻ താല്പര്യനായി നിൽക്കുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. എനിക്ക് മനസ്സിലായി ഇവനൊരു മന്ദബുദ്ധിയായിരിക്കും, ഇവന് ബുദ്ധിയില്ലാത്തവനാ. അല്ലെങ്കിൽ എന്റെ ഇപ്പത്തെ ഷൈപ്പൊന്നും അല്ല കേട്ടോ, ഒരു പ്രാകൃതനായ മുടി വളർത്തി അല്ലെങ്കിൽ മറ്റൊരു ആരും കണ്ട പേടിച്ചു പോകുന്ന അല്ലെങ്കിൽ ഭയാനകരമായ ഒരു ജീവിത രൂപമായി നിൽക്കുന്ന എന്നോട് പറയുക, ഞാൻ ഒറ്റയ്ക്കുള്ളു, എന്റെ കൂടെ വന്ന് താമസിക്കാൻ. ഞാൻ ഇത് കേട്ട് അത്ഭുതപ്പെട്ട് ഇവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറയാ, സ്നേഹിത പേടിക്കണ്ട, ഞാൻ ഒറ്റയ്ക്കുള്ളു, എന്റെ കൂടെ വന്ന് താമസിക്കും, വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു, എന്റെ റൂമിൽ ചെന്നു. ഒരു ചെറിയ ബാഗ് മാത്രമുണ്ട്. ഞാന് ഇത് കൗതുകത്തോടു കൂടെ സ്വപ്നം കാണുന്നത് പോലെ ഞാൻ ഇത് കാണുകയാണ്, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുകയാണ്. ഞാന് ഈ ബാഗ് എടുത്തുകൊണ്ട് നേരെ ഇവന്റെ റൂമിൽ ചെന്ന് താമസം ആരംഭിച്ചു. ഇവന്റെ റൂമിൽ, ഈ സഹോദരന്റെ റൂമിൽ ചെന്ന് താമസം ആരംഭിച്ചപ്പോ കുറച്ചു ദിവസങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ പോയി. ആ ചെറുപ്പക്കാരൻ എന്നും രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു. ഞാൻ എന്റേതായ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് സമയവും കാലവും ഒന്നുമില്ല. അങ്ങനെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം രാത്രിയിൽ
ഞാന് അറിയാതെ എഴുന്നേറ്റു. വാഷ്റൂമിൽ പോകാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റപ്പോ ഞാൻ കണ്ട കാഴ്ച ഭയാനകരമായി. എന്നെ ഒത്തിരി അസഹ്യപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. എനിക്കിഷ്ടമില്ലാത്തൊരു കാഴ്ച ഞാൻ അവിടെ കണ്ടു. എന്താ കാഴ്ച എന്ന് നിങ്ങൾക്കറിയണ്ടേ? ആ കാഴ്ച ഈ ചെറുപ്പക്കാരൻ ഇരുട്ടത്ത് മുഴങ്കാൽ മടക്കി ഇരുന്നു കൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഞാൻ ചാടി എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റിട്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ട് ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, നീ ഒരു പെന്തക്കോസുകാരനാണോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അവൻ എന്റെ മുമ്പിൽ വിറച്ചുകൊണ്ട് പറഞ്ഞു, സ്നേഹിത, എന്താ എന്റെ പ്രാർത്ഥനയുടെ ശബ്ദം നിനക്ക് അസഹ്യമായോ? ഞാൻ നിന്നെ ശല്യപ്പെടുത്തിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ ശല്യപ്പെടുത്തിയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഈ പഴമക്കാർ അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പടമേടിച്ച് പന്തളത്തി എന്നാൽ പന്തം കൊളുത്തി പട എന്ന് പറയുന്നത് പോലെ ഞാന് ഈ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നവരെയും അടുത്തിട്ടാണ് ഞാൻ ബോംബെക്ക് വണ്ടി കയറിയത്. അപ്പോ ഇവൻ പ്രാർത്ഥിക്കുന്നവനാന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ വെറുക്കുന്നു, എനിക്ക് നിന്റെ കൂടെ താമസിക്കുവാൻ താല്പര്യമില്ല. അവൻ എന്റെ കാലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, സ്നേഹിത, ഒരിക്കലും അരുത്. എന്റെ ഒരു പ്രാർത്ഥനയുടെ വാക്കുപോലും നീ കേൾക്കില്ല. ഞാൻ നിന്നെ അസഹ്യപ്പെടുത്തിയിട്ടില്ല. ഞാൻ ലൈറ്റ് ഇടുകയില്ല. നീ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ എന്നെ നിർബന്ധിച്ചു. ഞാൻ അവന്റെ കൂടെ താമസം ആരംഭിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞു. ചില നാളുകൾ കഴിഞ്ഞപ്പോ ഇവൻ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സഹോദര, എന്റെ ചർച്ചിലെ ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക, ഒരു വട്ടം ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുകയാണെന്ന് പറഞ്ഞത്. ഈ പെന്തക്കോസ്തുകാരുടെ പരിപാടിയൊക്കെ ഇതാണ്. എനിക്കിഷ്ടമല്ല. കാരണം എന്റെ അപ്പനും ഉപദേശിയാണ്. പക്ഷേ എനിക്ക് പള്ളിയിൽ പോകുന്നു. ഞാൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. എന്റെ ലൈഫ് വേറെയാണ്, എന്റെ സ്വപ്നം വേറെയാണ്, എന്റെ റൂട്ട് വേറെയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോ 21 ദിവസത്തെ പ്രാർത്ഥനകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കൂടി അവൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, താങ്കൾ സഹോദര, ഒരു വട്ടം എന്റെ കൂടെ വരാമോ? അപ്പൊ ഞാൻ അവരോട് കുറച്ച് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നീ ചോദിച്ച പൈസ ഞാൻ അതിനപ്പുറം തരാം, നീ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഈ പൈസ മോഹിച്ചുകൊണ്ട് ഞാൻ ഇവന്റെ കൂടെ മീറ്റിങ്ങിന് പോയി കേട്ടോ. ഞാൻ മീറ്റിങ്ങിന് പോയിട്ട് ഏറ്റവും പുറകില് ഇങ്ങനെ എന്നോട് പറഞ്ഞു, അന്ന് രാവിലെ മദ്യപിക്കരുത്, ഉച്ച കഴിഞ്ഞ് നീ മദ്യപിച്ചു, നീ എന്നും മദ്യമില്ലാതെ നിനക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷേ അന്ന് രാവിലെ മദ്യപിക്കുവാൻ പാടില്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി. അങ്ങനെ ഞാൻ രാവിലെ മദ്യപിച്ചില്ല. ഞാൻ ആ ചർച്ചിന്റെ ഏറ്റവും ബാക്ക് സൈഡില് ഇങ്ങനെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുപാട് അന്ന് എല്ലാവരും മുഴങ്കാൽ ഇരുന്നു കൊണ്ട് താഴെ ഇരുന്ന് ആരാധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. വാച്ചിലേശായി ഒരുപാട് ചെറുപ്പക്കാർ അവിടെ മുഴങ്കാൽ ഇരുന്നു കൊണ്ട് ആരാധിക്കുമ്പോ അവരെയൊക്കെ പകഞ്ഞു മാറ്റിയിട്ട് ഒരു പാസ്റ്റർ എന്റെ തലയിൽ വന്ന് തൊട്ടിട്ട് ഈ ഞാൻ ഓർത്ത് എന്നോട് എഴുന്നേറ്റ് പോകാൻ പറയാൻ തുടങ്ങുമായിരിക്കും. അല്ല, അദ്ദേഹം എന്നോട് പ്രവചിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് ദൂത് പറയാൻ തുടങ്ങി. എന്നോട് പ്രവചിച്ച് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോ ഇന്നലകളിൽ ആരോ ക്യാമറയിൽ പകർത്തിയതുപോലെ എന്നോട് പറയുന്നത് പോലെ എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് ഒന്ന് എഴുന്നേറ്റ് ഓടണമെന്നുണ്ട്, പക്ഷേ ഓടാൻ കഴിയുന്നില്ല. പറയുന്നത് സത്യമാണല്ലോ, അപ്പൊ ഓടാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ ഇദ്ദേഹം ഏറ്റവും അവസാനം ഒരു ദൂത് പറഞ്ഞു. എന്നെ നോക്കിക്കൊണ്ട് ഇദ്ദേഹം എന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് ഒരു ദൂത് അല്ലെങ്കിൽ ഒരു പ്രവചനം പറഞ്ഞു. ആ പ്രവചനം കേട്ടപ്പോ എനിക്ക് അന്നത്തെ ചിന്താഗതിയാണ് കേട്ടോ. അന്നത്തെ ചിന്താഗതിയിൽ എനിക്ക് മനസ്സിലായി ഈ പ്രവാചകൻ കള്ളനാ, പ്രവാചകൻ പറഞ്ഞത് മൊത്തം തെറ്റാണ്. ഈ പറഞ്ഞ ദൂത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഈ പ്രവാചകൻ പറയുന്നത് തെറ്റാണെന്ന്. ആ ദൂത് എന്താന്ന് കേൾക്കണ്ടേ? ആ പ്രവചനം ഇങ്ങനെയായിരുന്നു, എന്റെ മകനെ, നിന്നെ എന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. നിന്നെ എന്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞപ്പോ ഞാൻ ആ കൈക്ക് ആദ്യം ഒന്ന് തട്ടി ഞാൻ ചാടി എഴുന്നേറ്റു. എന്തിനാണെന്നറിയോ? ഇദ്ദേഹത്തെ മർദ്ദിക്കുവാൻ വേണ്ടി. കാരണം ഇദ്ദേഹം പോസ്റ്റാണ് പറയുന്നത്. ഒരിക്കലും നടക്കത്തില്ല. ഞാനൊരു ഉപദേശിയായി തീരുമെന്ന് എനിക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. ഞാൻ അടിക്കാൻ തുടങ്ങുമ്പോ എന്റെ കൈ മരവിക്കുന്നത് പോലെ എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോ ആ മനുഷ്യൻ എന്റെ തോളത്ത് തട്ടിയിട്ട് എന്നെ നോക്കി ഒരു പ്രവചനം കൂടെ പറഞ്ഞു. കാനഡയിൽ പോകുമെന്നോ അമേരിക്കയിൽ ജീവിക്കുന്നൊന്നും അല്ല കേട്ടോ, നീ വലിയ മനുഷ്യനാകുന്നു, കോടികൾ ഉണ്ടാക്കുന്നൊന്നുമല്ല. എന്നെ നോക്കി പറഞ്ഞ രണ്ടാമത്തെ പ്രവചനം, ദൈവത്തെ മറക്കുന്നവനെ ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കത്തില്ല എന്ന് എന്നെ നോക്കി പറഞ്ഞ പ്രവചനം കേട്ട് അന്ന്
ഇന്ന് ഞാൻ ഈ പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഫീലിങ്സ് ഒന്നും അന്നുണ്ടായില്ല. ഞാന് ചാടി ഇറങ്ങി ഓടുക, ഓടി അടുത്തിട്ട ബാറിൽ നിന്ന് 2 എണ്ണം വീശി. എന്തിനാണെന്നറിയോ? എന്നെ കൊണ്ടുപോയി നാണം കെടുത്തിയവനായിട്ട് 2 എണ്ണം ആദ്യം കൊടുക്കണം. അങ്ങനെ ഞാൻ 2 എണ്ണം അടിച്ചിട്ട് ഞാൻ റൂമിൽ ചെന്നിരിക്കുമ്പോ ഈ സ്നേഹിതൻ വരികയാണ്, എന്റെ കൂടെ താമസിക്കുന്ന ഈ ചെറുപ്പക്കാരൻ വരികയാണ്. ഈ ചെറുപ്പക്കാരൻ വന്നപ്പോ ഞാൻ അവന്റെ കഴുത്തിന് ഇറുക്കി പിടിച്ചു, ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട് എന്റെ വലത് കൈ കൊണ്ട് അവന്റെ ഉദരത്തിനിട്ട് വയറിനിട്ട് ഇടിക്കാൻ തുടങ്ങുമ്പോ ഈ സ്നേഹിതൻ ഇടറിയ ശബ്ദത്തോടെ തൊണ്ടയ്ക്ക് അമക്കി പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇടറിയ ശബ്ദത്തോടെ എന്നോട് പറയുകയാണ്, സ്നേഹിത, എത്ര വേണമെങ്കിലും നീ എന്നെ ഇടിച്ചോ, പക്ഷേ ഒരു ചോദ്യത്തിന് മറുപടി തരണം. എന്തിനാ നീ ഇടിക്കുന്നത് ചോദിച്ചു. നീ എന്തിനാ എന്നെ മർദ്ദിക്കുന്നത്? നീ കാര്യം പറഞ്ഞിട്ട് എന്നെ എത്ര വേണമെങ്കിലും ഇടിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ സ്നേഹിതന് എന്നെ പോലെ ആരോഗ്യമുണ്ട്, അവൻ എന്നെ പോലെ വേദനയുണ്ട്. ആ സഹോദരൻ എന്നെ ഒന്ന് തള്ളിയിരുന്നുവെങ്കിൽ ഞാൻ യേശുവിനെ അറിയത്തില്ല. എന്നെ ഒന്ന് ഉന്തിയിരുന്നുവെങ്കിൽ, തിരിച്ചൊരു കൈകൾ കൊണ്ട് എന്നെ അടിച്ചിരുന്നുവെങ്കിൽ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പ്രസംഗം കൊണ്ട് മാത്രമല്ല നമുക്ക് യേശുവിനെ, മറ്റുള്ളവരെ യേശുവിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് കഴിയും. നമ്മുടെ സ്വഭാവം ഒരു സാക്ഷ്യമായി തീർന്നാൽ, നമ്മുടെ വാക്കുകൾ ആ യേശുവിന്റെ സാക്ഷ്യമായി തീർന്നാൽ, നമ്മുടെ പ്രവൃത്തിയും യേശുവിന്റെ സാക്ഷിയായി തീർന്നാൽ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞ വെളിപ്പാട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിനക്കറിയില്ലേ? നിന്നെ എന്തിനാ മറന്നിരിക്കുന്ന അറിയുന്നില്ല എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു, നീ വിശ്വസിക്കുന്നോടാ ഞാനൊരു ഉപദേശിയായി തീരുമെന്ന്? ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ മറുപടി കേൾക്കണോ? ദൈവം പറഞ്ഞതാണെങ്കിൽ അത് അതുപോലെ സംഭവിക്കുമെന്ന്, കർത്താവ് പറഞ്ഞതാണെങ്കിൽ അത് അതുപോലെ സംഭവിക്കും, അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് അവനെ അടിക്കാൻ തോന്നിയില്ല. കാരണം ഞാൻ വിചാരിച്ചത് ഞാൻ കയറി പിടിക്കുമ്പോൾ ഇവൻ എന്നെയും കയറി പിടിക്കും, അപ്പോൾ പിന്നെ വഴക്കുണ്ടാക്കാം, അവനെ അടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഈ സ്നേഹിതന്റെ ശാന്തമായ മറുപടി അവനെ മർദ്ദിക്കുവാൻ എന്നെ പ്രേരിതമാക്കിയില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞ് എന്റെ ജീവിതത്തിലെ ദൈവം എന്നെ സ്പർശിച്ച വിഷയത്തിലേക്ക് ഞാൻ ടേൺ ചെയ്യുക. ശ്രദ്ധയോടെ കേൾക്കുക പ്രിയമുള്ളവരെ. ഞാൻ അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞപ്പോ എന്റെ നാട്ടിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, നാട്ടിൽ വരേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് എന്റെ കൂട്ടുകാരനുമായി മദ്യപിച്ച് വഴിക്ക് വീതി പോരാതെ ഈ മതം പൊട്ടി ആനയെ പോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇരുട്ടത്ത് നടക്കുമ്പോ എന്റെ കൂട്ടുകാരന്റെ വീട് വന്നപ്പോ അവൻ പറഞ്ഞു, അളിയ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവന്റെ വഴിക്ക് കയറിപ്പോയി. ഞാൻ ഒറ്റയ്ക്ക് നടക്കുമ്പോ എന്റെ ചുറ്റും 4 പേര് വന്ന് കൂടിയിട്ട് പിന്നുന്ന വടിവാളെടുത്ത് എന്റെ പെടലിക്ക് വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി നിന്നെ വകവരുത്തുവാൻ പോകുകയാണ്. ഞാൻ നോക്കിയപ്പോ ഇന്ന് പാസ്റ്റർമാരെയൊക്കെ നമുക്ക് പരിചയമല്ലേ, നമ്മുടെ പ്രൊഫഷണലിലുള്ളവരെ. ഞാൻ നോക്കിയപ്പോ അന്നത്തെ ഈ പ്രൊഫഷണലിൽ കൂലിത്തല്ലുകാരനായിരിക്കുന്ന ഞാൻ നോക്കുമ്പോ ഇവര് കോട്ടയംകാരൊന്നുമല്ല. എന്നെ വകവരുത്തുവാൻ വേണ്ടി പ്രത്യേകം കൊട്ടേഷൻ കൊടുത്ത് പ്രത്യേകം പ്ലാൻ ചെയ്ത് വെച്ചതാ. ഈ മരണം ഉറപ്പാണെന്ന് മനസ്സിലാക്കിയപ്പോ ഞാന് ഇങ്ങനെ ഈ ദൂത്, ഈ പ്രവചനം എനിക്ക് ഓർമ്മ വന്നു. ദൈവത്തെ മറക്കുന്നവനെ ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിന്നെ കീറിക്കളയും, ഇടിവിപ്പാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. ഈ ആശയത്തിൽ നിന്നുകൊണ്ട്, ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, കർത്താവ് പറഞ്ഞത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് അതിന്റെ സമയത്ത് തന്നെ വെളിപ്പെടുമെന്നുള്ള കാര്യത്തിൽ 2 പക്ഷമില്ല. കാരണം ദൈവം വിശ്വസ്തനാണ്. എന്നെ നോക്കി പറഞ്ഞ പ്രവചനം നിന്നെ കീറിക്കളയുന്ന, വടിവാള് വെച്ചിട്ട് മരണത്തെ എന്റെ ജീവിതത്തിന്റെ മുഖാമുഖം ഞാൻ കണ്ടു നിൽക്കുകയാണ്. അപ്പോ ഈ മരണത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കാമെങ്കിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കാമെന്ന് എന്റെ മനസ്സുകൊണ്ട് തമ്പുരാനോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെ, പ്രിയപ്പെട്ടവരെ, കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനിത് പറഞ്ഞത് ദൈവത്തിന് എനിക്ക് വിശ്വാസമൊന്നുമില്ല, പക്ഷെ ഈ മരണത്തിൽ നിന്നൊന്നും മറികടക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ മരണത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന് വിടുവിക്കാമെങ്കിൽ, രക്ഷിക്കാമെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞ എന്റെ ഹൃദയം കൊണ്ട് പറഞ്ഞപ്പോ തമ്പുരാനെ തൊട്ടു. എങ്ങനെയാ തൊട്ടെന്ന് മനസ്സിലായോ? ഷോക്ക് അടിച്ചാൽ എങ്ങനെയാ നമുക്കുണ്ടാകുന്നത്? കരണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഉതറുമല്ലോ, അല്ലെങ്കിൽ ഉതറിക്കുമല്ലോ, നമ്മളൊന്ന് കുടയുമല്ലോ. ഞാൻ അങ്ങനെ ഒന്ന് കുടഞ്ഞു.
എന്റെ ശരീരത്തിലേക്ക് ഒരു ശക്തി ഇറങ്ങി. ഈ പുറകിൽ നിന്ന് എന്നെ വെട്ടാൻ വന്ന മനുഷ്യൻ വിചാരിച്ചു ഇവൻ അഭ്യാസത്തിന് ചുവട് വെക്കുകയാണെന്ന് വിചാരിച്ച് വടിവാളിന്റെ പാത്തി കൊണ്ട് എന്റെ പുറകിലൊന്ന് ഇടിച്ചു. വടിവാളിന്റെ പാത്തി കൊണ്ട് എന്റെ പുറകിലൊന്ന് ഇടിച്ചു. ഞാൻ ഈ ഇടിയുടെ അഘാതത്തിൽ റോഡിലേക്ക് മറിഞ്ഞു വീണപ്പോ എന്നെ വലിച്ചു പൊക്കി വെട്ടാൻ തുടങ്ങുമ്പോ ദൂരത്തുനിന്ന് ഒരു വണ്ടി ചീറിപ്പാഞ്ഞ് വരികയാണ്. ദൂരത്തുനിന്ന് ഒരു വണ്ടി ചീറിപ്പാഞ്ഞ് വന്നപ്പോ ഇവര് പരസ്പരം പറഞ്ഞു പോലീസ് വണ്ടി ആയിരിക്കും കേട്ടോ, പോലീസ് വണ്ടി ആയിരിക്കും. കാരണം ഞങ്ങളെ പോലുള്ള കുറച്ച് പേർ അവിടെ ഉണ്ട്. ആ സമയത്ത് ഇങ്ങനെ പോലീസുകാരിങ്ങനെ അതിലെ കൂടെ ഇറങ്ങാറുണ്ട് രാത്രി കാലങ്ങളിൽ. അപ്പോ ഞാൻ ഇങ്ങനെ റോഡിൽ കിടക്കുക. അപ്പൊ ഇവര് പറഞ്ഞു ഈ പോലീസ് വണ്ടി ആയിരിക്കാം, ഒരു കാര്യം ചെയ്യാം, ആ വണ്ടി പോയതിനു ശേഷം ഇവനെ വകവരുത്താമെന്ന് പറഞ്ഞ് ഇവൻ എന്നെ പൊക്കിയിട്ട് റോഡിന്റെ ഇടത് ഭാഗത്ത് ഒരു താഴ്ന്ന പ്രദേശമാണ്, അവിടേക്ക് എന്നെ വലിച്ചിടുവാനിടയായി. ഞാൻ അവിടേക്ക് മറിഞ്ഞു വീണ് ഞാൻ അവിടെ കിടക്കുകയാണ്. ഈ വണ്ടി ഇരുട്ടത്തോ വേഗത്തിൽ വന്ന് അവിടെ വന്നു നിന്നു. ഒരു മനുഷ്യൻ അതിൽ നിന്ന് ഇറങ്ങുക. പ്രിയമുള്ളവരെ, പോലീസ് ജീപ്പ് അല്ല, ഒരു ടൂ വീലറില് ഒരു പൊക്കമുള്ള മനുഷ്യൻ അവിടെ വന്നിട്ട് ആ കുഴിക്കകത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്റെ ശരീരത്തിൽ തൊടുവാനിടയായി. ഈ മനുഷ്യൻ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ മനുഷ്യൻ ഞാൻ അവിടെ കിടപ്പുണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് അവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. എന്തോ ആരോ വന്നു എന്നെ തൊട്ടു. ഞാൻ അതുവരെ കുടിച്ചതും വലിച്ചതും എന്റെ കെട്ട് പൊട്ടി. എന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചതും വലിച്ചതും ഒക്കെ ലഹരി എന്റെ ശിരസിൽ നിന്ന് മാറി ഒരു പഞ്ഞിക്കെട്ട് പൊങ്ങി വരുന്നത് പോലെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. ഈ മനുഷ്യൻ എന്നെ എടുത്ത് വേഗത്തിൽ ടൂ വീലറിൽ ഇരുത്തി. ടൂ വീലർ പായുകയാണ്. എവിടേക്കാ പായുന്നത്? എന്റെ വീട്ടിലേക്കാ. ഞാൻ വഴിയൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ മനുഷ്യൻ എന്നോടൊന്നും മിണ്ടുന്നില്ല. സ്പീഡിൽ പാഞ്ഞ് എന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി. മുറ്റത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തിയപ്പോ എനിക്ക് കുറച്ച് എന്റെ വീടിന്റെ മുറ്റത്ത് വന്നപ്പോ എനിക്ക് കുറച്ചുകൂടെ ബലമായി. ഞാൻ മരണത്തിന് രക്ഷപ്പെട്ടല്ലോ. അപ്പൊ ഈ മനുഷ്യനെ നോക്കി ഒരു നന്ദി പറയാം എന്ന് വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോ അങ്ങനെ ഒരു വ്യക്തി എന്റെ മുറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തി മുറ്റത്തില്ല. ഞാൻ അകത്തേക്ക് ഓടി. പെട്ടെന്ന് ഞാൻ നോക്കി, ബൈക്ക് എന്തിയെ? ബൈക്കുമില്ല. എന്റെ വിചാരം ഏതെങ്കിലും ചെറുപ്രായത്തിൽ കണ്ട പ്രേത ഭൂത പിശാചികളായിരിക്കാം. കാരണം ദൈവം തമ്പുരാൻ ഒരിക്കലും എനിക്ക് വേണ്ടി ഇറങ്ങി വരത്തില്ല. ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. കാരണം എല്ലാവരാലും വെറുക്കപ്പെട്ട് ജീവിതം നയിക്കുന്ന എനിക്ക് വേണ്ടി ദൈവം വരുമെന്നോ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അകത്തേക്ക് ഓടിയിട്ട് ഞാൻ പുറത്ത് വലിയൊരു ബൾബ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പുറത്തെ ലൈറ്റ് ഓൺ ചെയ്തു. പുറത്തെ ലൈറ്റ് ഓൺ ചെയ്തപ്പോഴും അങ്ങനെ ഒരു മനുഷ്യനില്ല. സത്യം പറഞ്ഞ അന്നാണ് ജീവിതത്തിൽ പേടി എന്താണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ പേടിച്ചു, വിറയ്ക്കാൻ തുടങ്ങി. എന്നെ നമ്മുടെ നാട്ടിൽ പറയുന്ന ഈയല് വിറയ്ക്കുന്നത് പോലെ ഞാൻ പറഞ്ഞ് വിറയ്ക്കുക. അങ്ങനെ വിറച്ച് എന്റെ റൂമിൽ ചെന്ന് ഞാന് കിടക്കാൻ ശ്രമിക്കുമ്പോ എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഞാൻ ചാടി എഴുന്നേറ്റു. വെള്ളം കുടിക്കുന്നു, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, വെള്ളം താപ്പോട്ട് ഇറങ്ങുന്നില്ല. കാരണം എന്റെ ശരീരമെല്ലാം ചൂടായി. ഞാൻ വേർക്കാൻ തുടങ്ങി. പമ്പരം കറങ്ങുന്നത് പോലെ എന്റെ റൂമിന്റെ അകത്ത് കിടന്നുകൊണ്ട് ആരും ഈ കഥകളൊന്നും അറിയുന്നില്ല, ആരും ഈ സംഗതി ഒന്നും അറിയുന്നില്ല. കാരണം വീട്ടുകാര് ഭക്ഷണം വിളമ്പി ടേബിളിൽ വെച്ചേക്കും. ഞാൻ വേണമെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ അവരെടുത്ത് കളയും. അങ്ങനെയായിരുന്നു സ്ഥിരമായി നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എന്റെ റൂമിന്റെ അകത്ത് ഒരു പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങി വെട്ടിവേർത്ത് വെള്ളം വലിച്ചു കുടിച്ചിട്ടും പരവേശം മാറാതെ ഞാൻ നിൽക്കുമ്പോ ഒരു ശബ്ദം ഒരു പ്രകാശത്തിൽ അകമ്പടിയോടെ എന്റെ റൂമിലേക്ക് ഇറങ്ങി വന്ന് എന്നോടൊരു ശബ്ദം ഇങ്ങനെ പറഞ്ഞു, മകനെ, ഞാനാണ് നിന്നെ രക്ഷിച്ച ദൈവം. നിന്നെ രക്ഷിച്ച ദൈവം ഞാനാണെന്ന് ഒരു ശബ്ദം പറഞ്ഞപ്പോ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം എന്നറിയോ? ഞാൻ ചോദിച്ചു, എന്നെ ദൈവം വിടുവിച്ചെന്നോ? ഞാൻ ആ ശബ്ദത്തോട് ഇങ്ങനെ സംസാരിക്കുക. ഞാൻ ചോദിച്ചു, എന്തിനാണ് എന്നെ വിടുവിച്ചത് എന്ന് ചോദിച്ചപ്പോ ഈ ശബ്ദം എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ ഓർമ്മ വെച്ചതിന് ശേഷം അലമുറയിട്ട് കരഞ്ഞ അണപൊട്ടുന്നത് പോലെ എന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തടഞ്ഞു വെക്കുവാൻ കഴിയാത്ത നിലയിൽ ഒഴുകിയിറങ്ങി. കാരണം എന്താണെന്നറിയോ? നാട്ടുകാരും വീട്ടുകാരും കൂടപ്പിറപ്പുകളും കൂട്ടുകാരും സകലരും കൈവിട്ട് മാതാപിതാക്കളും ഉപേക്ഷിച്ചു.
അവര് 3 മക്കളെ ഉള്ളെന്ന് ഇപ്പൊ പറയാറുള്ളൂ. ഇങ്ങനെ ഒരു എല്ലാവരും കൈവിട്ടപ്പോ എന്നെ നോക്കി കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അത് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലോകത്തിൽ വിലമതിക്കുവാൻ കഴിയാത്ത ഒരു പ്രതിഭാസത്തിന്റെ പേരാ യേശുവിന്റെ സ്നേഹം. അത് അനുഭവിക്കുന്നവരെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ തമ്പുരാനെ സ്തോത്രം ചെയ്യും. കർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഈ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ കർത്താവെ എന്നെ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ കർത്താവിനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാന് ഇങ്ങനെ ചിന്തിച്ചു, എന്തായിരിക്കും എന്നെ കൊണ്ടുള്ള ആവശ്യം? ഞാൻ ചോദിച്ചു, കർത്താവെ എന്താണ് എന്നെ കുറിച്ചുള്ള ആവശ്യം? എന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞപ്പോ ദൈവം എന്നോട് മൂന്നാമത് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: അനേക ഇടങ്ങളിൽ എന്റെ വചനവുമായി ഞാൻ നിന്നെ അയക്കും. നീ എനിക്ക് വേണ്ടി സാക്ഷിയായി തീരും. ഞാൻ എന്റെ നാമത്തിനു വേണ്ടി ഒരു ശുശ്രൂഷകനായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുവാനിടയായി. ആ പ്രവചനമാ ഇന്ന് എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.